ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ എന്ത് ചെയ്യണം? ഡിബേറ്റ് നടത്തണം, ഡിസ്കഷൻ നടത്തണം, അതിനുശേഷം ഡിസിഷൻ എടുക്കണം. അത് ക്യാബിനറ്റ് വേണ്ട പോലെ പഠിച്ച് അതിന്റെ പരിസ്ഥിതിയും അതിന്റെ ആവശ്യകതയും മനസ്സിലാക്കി നടപ്പിലാക്കുമ്പോൾ മാത്രമേ തങ്ങളുടെ കർത്തവ്യം ഭരണപരമായി നിർവഹിക്കപ്പെടുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ജനങ്ങളെ വഞ്ചിക്കുകയും വാഗ്ദാനങ്ങൾ നടത്തുകയും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുകയും ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയെ വിമർശിക്കാനും സുപ്രീം കോടതിയെ വിമർശിക്കാനും ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാർക്ക് അധികാരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് ചൈനയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉഗാണ്ട എന്ന് പറഞ്ഞത്. ഇത് ജനാധിപത്യത്തിന്റെ ഈറ്റിലം എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യമാണ്. അവിടെ ബുദ്ധനും അതുപോലെ തന്നെ കാലത്ത് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇതൊന്നും അദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അറിയാമായിരുന്നു അദ്ദേഹം ജീവിച്ചത് ഇന്ത്യയുടെ മണ്ണിലാണ്. അവിടെയാണ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയത്. എങ്ങനെ പാവപ്പെട്ടവനെ എങ്ങനെ സേവിക്കണം. അതാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് ലീവാണ് ക്രിസ്തു ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എവിടെ കിടക്കണം? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ അവിടെ കിടക്കുന്നു. അതാണ് കിടക്കട്ടെ. ജനങ്ങളൊക്കെ തിരുത്തിക്കണം. അവർ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ജനങ്ങൾ തിരുത്തേണ്ട സമയം സമാധാനമായിരിക്കാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു.